കാലം തെറ്റി റിലീസായ ഒരു സിനിമയായിരുന്നു. ആദ്യമായിട്ട് തന്നെ അഭിനയിച്ച സിനിമയിൽ ശബ്ദമില്ലാത്ത സിനിമയായിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് ഡബ് ചെയ്യണ എനിക്ക് ഒന്നും സംസാരിക്കേണ്ടി വന്നില്ല എന്നുള്ളതായിരുന്നു. ചേട്ടൻ അനേകം സിനിമയില് കുറെ കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊടുത്തിട്ടുണ്ട്. ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് തന്നെ അഭിനയിച്ച സിനിമയിൽ ശബ്ദമില്ലാത്ത സിനിമയായിരുന്നു. സംസാരം ആരോഗ്യത്തിന് ഹാനികരം. അതായത് ഒരു ഗ്രാമത്തിലെ കുറെ ആളുകളുടെ ശബ്ദം നിലച്ചു പോകുന്ന കഥയായിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് ഡബ് ചെയ്യണ എനിക്ക് ഒന്നും സംസാരിക്കേണ്ടി വന്നില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു മുഴുനീള കഥാപാത്രം ദുൽഖറിനോടൊപ്പം, അതുപോലെ മൺമറഞ്ഞു പോയ റോബോ ശങ്കർ, മലയാളത്തിലെ ചെമ്പ വിനോദിന്റെ ഒക്കെ ഒപ്പമായിരുന്നു അഭിനയിച്ച നല്ലൊരു സിനിമയായിരുന്നു. പക്ഷെ ഒരു കാലം തെറ്റി റിലീസായത് കൊണ്ടാവാം ഒരു പക്ഷേ അത് അത്ര അങ്ങോട്ട് വിജയിച്ചില്ലായിരുന്നു സിനിമ. അപ്പോൾ ഈ കൊറോണ ഒക്കെ കഴിഞ്ഞപ്പോൾ ആളുകൾ എല്ലാവരും പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തൊക്കെയാണ് ആ സിനിമ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം, കാരണം ഒരു വൈറസ് ഇങ്ങനെ പിടിപെടും, ഒരു പ്രദേശത്തെ മൊത്തം ആളുകളുടെയും ശബ്ദം ഇല്ലാതായി പോകുന്നൊക്കെയാണ്. ഏതാണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണല്ലോ കൊറോണയ്ക്ക് മുമ്പ് ഇറങ്ങിപ്പോയ സിനിമ. അത് മാത്രമാണ് കാലം തെറ്റി റിലീസായ ഒരു സിനിമയായിരുന്നു. പിന്നീട് അങ്ങനെ സിനിമകൾ, എൻ്റെ അഭിനയം നല്ലതായതുകൊണ്ടാണോ അതോ സിനിമ ഇല്ലാത്തതുകൊണ്ടാണോ, സിനിമകൾ അങ്ങനെ അധികം ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല.